എക്സലൻ്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. എക്സലിലെ പിവറ്റ് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഡേറ്റ അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. മലയാളത്തിൻ്റെ പ്രിയ നടൻ ശ്രീ മോഹൻലാൽ അഭിനയിച്ച എല്ലാ സിനിമകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. 1980 മുതൽ 2021 വരെ ലാലേട്ടൻ അഭിനയിച്ച 343 സിനിമകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ കോളത്തിൽ സിനിമ റിലീസായ തീയതി, രണ്ടാമത്തെ കോളത്തിൽ സിനിമയുടെ പേര്, മൂന്നാമത്തെ കോളത്തിൽ ഡയറക്ടറുടെ പേര്, നാലാമത്തെ കോളത്തിൽ ഭാഷ, 5-6 കോളങ്ങളിൽ ഓരോ സിനിമയിലും ലാലേട്ടൻ ചെയ്ത ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ്, 7-8 കോളങ്ങളിലുള്ളത് ഒന്നിലേറെ ക്യാരക്ടേഴ്സ് ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ്, 9-ാമത്തെ കോളത്തിൽ ഒന്നിലേറെ ക്യാരക്ടേഴ്സ് ചെയ്ത സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. ഇനി ഈ ഡേറ്റയെ എക്സലിലെ പിവറ്റ് ടേബിൾ ഉപയോഗിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ ഡേറ്റയിൽ നിന്നും പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഈ ഡേറ്റയെ ഒരു എക്സൽ ടേബിളാക്കി മാറ്റുക. അതിനുവേണ്ടി ഈ ഡേറ്റാ സെറ്റിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ടാബിൽ പോവുക. ടേബിൾ, ക്രിയേറ്റ് ടേബിൾ എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഓക്കെ, നോക്കുക, ഇവിടെയുള്ള ഡേറ്റ ഒരു എക്സൽ ടേബിളായിട്ട് മാറി. ടേബിൾ 1 ഫിൽറ്റർ ബട്ടൺ റിമൂവ് ചെയ്യുന്നു. ഇനി ഈ ടേബിളിൽ നിന്നും ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ സമ്മറൈസ് വിത്ത് പിവറ്റ് ടേബിൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഇൻസേർട്ട് ടാബിൽ പോവുക. പിവറ്റ് ടേബിൾ, ഫ്രം ടേബിൾ/റേഞ്ച്. നോക്കുക, നമ്മുടെ ടേബിൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടത് കാണാം. ടേബിൾ 1. പുതിയൊരു വർക്ക് ഷീറ്റിൽ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓക്കെ. നോക്കുക, പുതിയൊരു വർക്ക് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. പുതിയൊരു പിവറ്റ് ടേബിൾ വന്നത് കാണാം. ഇനി വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റയിലെ എല്ലാ കോളം ഹെഡറുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി 1980 മുതൽ 2021 വരെയുള്ള ഓരോ വർഷങ്ങളിലും ലാലേട്ടൻ അഭിനയിച്ച സിനിമകളുടെ എണ്ണം കിട്ടാനായിട്ട് റിലീസ് ഡേറ്റ് എന്ന ഈ ഒരു ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, വർഷങ്ങളുടെ ലിസ്റ്റ് ഇവിടെ വന്നു. ഇവിടെ റോസ് എന്ന ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്ടേഴ്സ്, റിലീസ് ഡേറ്റ് എന്നിങ്ങനെ 2 ഫീൽഡുകളോടെ കാണാം. ഈ 2 ഫീൽഡുകളും നമുക്ക് ആവശ്യമില്ല, ഇയേഴ്സ് മാത്രം മതി. ഇനി ഈ ഓരോ വർഷങ്ങളിലെയും സിനിമകളുടെ എണ്ണം കിട്ടാനായിട്ട് ടൈറ്റിൽ എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, ഓരോ വർഷങ്ങളിലും ലാലേട്ടൻ അഭിനയിച്ച സിനിമകളുടെ എണ്ണമാണിത്. ഈ കൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലിസ്റ്റിനെ സോർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, സോർട്ട് ലാർജസ്റ്റ് സ്മോളസ്റ്റ്. നോക്കുക, 1986 ഏറ്റവും കൂടുതൽ സിനിമകൾ ലാലേട്ടൻ അഭിനയിച്ചത്. 34 ചിത്രങ്ങൾ. 1983 26 സിനിമകൾ. ഈ 1983 26 സിനിമകളുടെ ലിസ്റ്റ് കിട്ടാനായിട്ട് ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നോക്കുക, 1983 അഭിനയിച്ച 26 സിനിമകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇനി ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ പിവറ്റ് ടേബിളിൻ്റെ തന്നെ ഒരു കോപ്പിയാണ് നമ്മൾ ഉപയോഗിക്കുക. പിവറ്റ് ടേബിൾ കോപ്പി ചെയ്യുന്നതിന് മുന്നായിട്ട് പിവറ്റ് ടേബിളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പിവറ്റ് ടേബിൾ ഓപ്ഷൻസ്, ഓട്ടോ ഫിറ്റ് കോളം വിഡ്സ് ഓൺ അപ്ഡേറ്റ് എന്ന ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യുക. ഓക്കെ, പിവറ്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കോളങ്ങൾ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനാണ് ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി പിവറ്റ് ടേബിൾ കോപ്പി ചെയ്യുക. Ctrl+A, Ctrl+C. പിവറ്റ് ടേബിൾ കോപ്പി ചെയ്യപ്പെട്ടു. ഇനി പിവറ്റ് ടേബിളിനെ പേസ്റ്റ് ചെയ്യുക. Ctrl+V. ഇവിടെയുള്ള പിവറ്റ് ടേബിളിൻ്റെ ഒരു കോപ്പി നമുക്കിവിടെ കിട്ടി. ഇനി ഈ ചെക്ക് ബോക്സുകൾ അൺമാർക്ക് ചെയ്യുന്നു. നമുക്കിവിടെ വേണ്ടത് ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റാണ്. ഡയറക്ടർ എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റാണിത്. ഇനി ഈ കാണുന്ന ഓരോ ഡയറക്ടേഴ്സുമായിട്ട് ലാലേട്ടൻ എത്ര സിനിമകൾ വീതം ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ടൈറ്റിൽ എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, ഓരോ ഡയറക്ടറിനെയും കൂടെ ചെയ്ത സിനിമകളുടെ എണ്ണം വന്നു. ഇനി ഈ കൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലിസ്റ്റിനെ സോർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, സോർട്ട് ലാർജസ്റ്റ് സ്മോളസ്റ്റ്. നോക്കുക, പ്രിയൻ സാറിൻ്റെ കൂടെയാണ് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത്, 33 സിനിമകൾ. ഈ സിനിമകളുടെ ലിസ്റ്റ് കിട്ടാനായിട്ട് ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, പ്രിയൻ സാറും ലാലേട്ടനും കൂടെ ചെയ്ത 33 സിനിമകളുടെ ലിസ്റ്റാണിത്. ഷാജി കൈലാസ്,
രഞ്ജിത്ത്. ഇനി ഇവിടെയുള്ള ഓരോ ഡയറക്ടറുടെയും കൂടെ ഏതൊക്കെ ഭാഷകളിൽ ലാലേട്ടൻ സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ലാംഗ്വേജ് എന്ന ഈ ഒരു ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് കോളംസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, പ്രിയൻ സാറും ലാലേട്ടനുമായിട്ട് ഹിന്ദിയിലൊരു ചിത്രം, മലയാളത്തിലും 30 എണ്ണം, തമിഴിലും തെലുങ്കിലും ഓരോന്ന് വീതം. രാംഗോപാൽ വർമ്മയുടെ കൂടെ 2 ചിത്രം. ഈ സിനിമകൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഓരോ ഭാഷയിലും ലാലേട്ടൻ എത്ര സിനിമകളൊന്നും ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. പിവറ്റ് ടേബിൾ കോപ്പി ചെയ്യുന്നു. Ctrl+A, Ctrl+C, Ctrl+V, ചെക്ക് ബോക്സുകൾ അൺമാർക്ക് ചെയ്യുക. ലാംഗ്വേജിൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലാംഗ്വേജ് എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക. ഇനി ഓരോ ലാംഗ്വേജിലും ചെയ്ത സിനിമകളുടെ എണ്ണം കിട്ടാനായിട്ട് ടൈറ്റിൽ എന്ന ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, ഹിന്ദിയിൽ 3 ചിത്രങ്ങൾ, കന്നഡയിൽ 2, മലയാളത്തിൽ 329 എണ്ണം, തമിഴിൽ 6, തെലുങ്കിൽ 3. തമിഴിൽ ചെയ്ത 6 ചിത്രങ്ങളുടെ ലിസ്റ്റ് കിട്ടാനായിട്ട് ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് അടുത്തത്. അതായത് പോലീസ് ഓഫീസറായിട്ട് ലാലേട്ടൻ എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മിലിറ്ററി ഓഫീസറായിട്ട് എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ലിസ്റ്റ്. അതിനുവേണ്ടി പിവറ്റ് ടേബിൾ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ്, ചെക്ക് ബോക്സുകൾ അൺമാർക്ക് ചെയ്യാം. റോൾ എന്ന ഈ ഒരു ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക. വീണ്ടും ടൈറ്റിൽ എന്ന ഈ ഒരു ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക. ഈ പിവറ്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് സെല്ലിന് നേരെ 185 എന്ന വാല്യൂ കാണാം. വിക്കിപീഡിയ, CompleteActor.com, അതുപോലെ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമകളൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ പിവറ്റ് ടേബിളിനുള്ള സോഴ്സ് ഡേറ്റ ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഈ സോഴ്സ് ഡേറ്റ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സംശയം വന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ബ്ലാങ്ക് ആയിട്ട് ഇടുകയായിരുന്നു. സോ ഡേറ്റ കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ടാണ് ഈ ബ്ലാങ്ക് സെല്ലിന് നേരെ 185 എന്ന വാല്യൂ വന്നത്. എന്തായാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്ത് റിപ്പോർട്ടൊന്ന് സോർട്ട് ചെയ്യാം. അത് ഈ വരി ഞാൻ ഹൈഡ് ചെയ്യുന്നു. അതിനുവേണ്ടി Ctrl-. ഇനി റിപ്പോർട്ടിനെ ഈ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, സോർട്ട് ലാർജസ്റ്റ് സ്മോളസ്റ്റ്. നോക്കുക, പോലീസ് ഓഫീസറായിട്ട് 22 ചിത്രങ്ങളിലാണ് ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ളത്. മിലിറ്ററി ഓഫീസറായിട്ട് 8, ഡോക്ടറായിട്ട് 7, അഡ്വക്കേറ്റായിട്ട് 4, പൊളിറ്റീഷ്യനായിട്ട് 3. പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ച സിനിമകളുടെ ലിസ്റ്റ് കിട്ടാനായിട്ട് ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ലാലേട്ടൻ്റെ മുഴുവൻ സിനിമകളുടെയും ലിസ്റ്റിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിൽട്ടർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ പിവറ്റ് ടേബിൾ ഞാൻ കോപ്പി ചെയ്യുന്നു. Ctrl+A, Ctrl+C, മറ്റൊരു വർക്ക് ഷീറ്റിൽ റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്, ചെക്ക് ബോക്സുകൾ അൺമാർക്ക് ചെയ്യുന്നു. ഇനി ടൈറ്റിൽ എന്ന ഈ ഒരു ഫീൽഡിനെ ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക. എല്ലാ സിനിമകളുടെയും ലിസ്റ്റ് ഇവിടെ വന്നു. ഇനി ഈ ലിസ്റ്റിനെ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിൽട്ടർ ചെയ്യാനായിട്ട് പിവറ്റ് ടേബിൾ അനലൈസ് എന്ന ടാബിൽ പോവുക. ഇൻസേർട്ട് സ്ലൈസർ, ഇയേഴ്സ് എന്ന ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, നോക്കുക, വർഷങ്ങളുടെ സ്ലൈസറുകൾ വന്നു. ഇവിടെയുള്ള വ്യത്യസ്ത ടാബുകളെ പല കോളങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് കോളങ്ങളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ലാലേട്ടൻ 2012 അഭിനയിച്ച എല്ലാ സിനിമകളുടെ ലിസ്റ്റ് കിട്ടാനായിട്ട് 2012 എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, ഈ കാണുന്നതാണ് 2012 അഭിനയിച്ച സിനിമകളുടെ ലിസ്റ്റ്. 2014, 2018, 1999. ഒന്നിലേറെ വർഷങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ടാബിൽ ക്ലിക്ക് ചെയ്യാം. 1999, 2013. ഫിൽറ്റർ റിമൂവ് ചെയ്യാനായിട്ട് ക്ലിയർ ഫിൽറ്റർ. സോ എക്സലിലെ പിവറ്റ് ടേബിളിൻ്റെ ഉപയോഗം വിശദീകരിക്കുന്ന ഈ വീഡിയോ പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെയുള്ള എക്സലിൻ്റെ വീഡിയോസ് റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.